ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരും ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ ഇവർ എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പൊ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു, അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട് മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു വിഷയം അറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ഏകദേശം ഒരു 12 വർഷം മുമ്പ് വീട്ടിലിരിക്കുമ്പോൾ ഏകദേശം വൈകിട്ട് 8 മണി സമയമാണ് ഒരു ഫോൺ കോൾ വരുന്നത്. ഫോൺ കോളിൽ മറുതലയ്ക്ക് ആളിനോട് ചോദിക്കുന്നത് അറിയാം, ഇതാ നീ ആണാണോ? ഞാൻ ഞെട്ടിപ്പോയി. ഇനി ഞാനാണല്ലേ എന്നുള്ള ഭയായിരിക്കും. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചത്? അപ്പൊ ആ ചേട്ടൻ പറഞ്ഞേ, എടാ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരനാശ്വാസ്യം നടന്നിട്ട് നീ അറിയണില്ലെന്ന്. ഞാൻ എന്റെ വീട്ടിലല്ലേ ചേട്ടാ, നാട്ടിലെ അനാശ്വാസം അറിയേണ്ട കാര്യം എനിക്കില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചപ്പോ ആ വ്യക്തിനോട് പറയണേ, എടാ നിന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് 2 പേര് അനാശ്വാസ്യത്തിൽ ഏർപ്പെടുന്നത് ഞാൻ കണ്ടു, നമുക്കത് ചോദിക്കണോണ്ടാന്ന്. എന്തായാലും എനിക്കതിൽ വിരോധമൊന്നുമില്ല, എന്നാലും ഞാൻ ഒന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ച് പുറത്തു പോയപ്പോ എന്താ അറിയും, ഒരു വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കനും പെണ്ണും ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് അവര് തമ്മിൽ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് മാറി നിന്നു. ഇതാണ് ഇയാള് കണ്ട അനാശ്വാസ്യം. പക്ഷെ ഈ മഹാനായ നമ്മുടെ ഈ സുഹൃത്തിന്റെ കഥ കേട്ട് ഞാൻ നിങ്ങൾ ചിരിക്കും. ഇയാളെ നാട്ടുകാര് അടക്കാരത്തുമൊക്കെ കെട്ടിയിട്ട് തല്ലിയിട്ടുള്ള ആളിന് എവിടെയെങ്കിലും ഒരു പെൺകുട്ടിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാൽ പതുക്കെ അന്വേഷിക്കും, എനിക്കും കൂടി കിട്ടുമെന്ന്. ആ മുതലാണ് ഇയാള്. ഇയാളുടെ അത്രയും മോശമല്ല ആ 2 പേരെന്ന് എനിക്കറിയാം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്തറിയോ, ഒരു നാട്ടിലൊരു ചേച്ചി അല്ലെങ്കിൽ ഒരു ചേർത്തി ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ എനിക്കൊരു വിരോധമില്ല. കാരണം എനിക്ക് ഈ സാധനം ആവശ്യമില്ല. അപ്പൊ ഈ അനാവശ്യമില്ലാത്ത ഈ സാധനം ആരെങ്കിലും എടുത്തോട്ടെ, നമുക്ക് വേണ്ടല്ലോ, ആരെങ്കിലും എടുത്തോട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഈ അനാശ്വാസത്തിനെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ മറ്റേ ആളുകളില്ല, സദാചാര അമ്മമാരെ കണ്ടിട്ടുണ്ട, ഇവരെങ്ങാനി കന്നിമാസം വിചാരിക്കുക, ഇവര് വീടിന്റെ പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോഴേ ഒരു പട്ടിയും വേറൊരു പട്ടിയും തമ്മിൽ ബന്ധപ്പെടുന്നു. ഉടനടി ഇവർക്ക് വിഷമമായി. ഇവരടുത്ത് ചോദിക്കാൻ പോണ വാക്കെന്ന് നിനക്കറിയോ, ചേട്ടാ പട്ടി, എന്നാലും നീ എനിക്ക് തന്നില്ലല്ലോ എന്ന്, എന്നാലും നീ എനിക്ക് തന്നില്ലോ എന്ന് പട്ടിനോട് ചോദിക്കുവര്. അത്രയ്ക്കും വൃത്തികെട്ട മൃഗങ്ങളാണ് ഈ സദാചാരവാദികൾ എന്ന് എന്നും വിശ്വസിക്കുന്ന ഒരാള് ഞാൻ, ഇന്നും വിശ്വസിക്കുന്ന ആള്. അപ്പൊ നിനക്ക് സദാചാരം ഇല്ലേടാ എന്ന് ചോദിച്ചാല് എന്റെ കുടുംബത്തിന്റെ അകത്തെ കാര്യം മാത്രം ഞാൻ അന്വേഷിച്ചാൽ മതി, പുറത്തു പറയേണ്ട കാര്യം എനിക്കില്ല. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അപകടം പറ്റുന്നുണ്ടെങ്കിലും ഇതിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളോട് പറയാം, വേണ്ട മക്കളെ എന്ന് നമ്മൾ പറയും. അല്ലാണ്ട് കണ്ണീ കണ്ട വഴിയുടെ അപ്പൊ എന്റെ വീടിന്റെ 4 അതിർത്തിക്ക് പുറത്ത് എന്ത് സദാചാര ലംഘനം നടന്നാലും അതെന്റെ വിഷയമല്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോ പറയാനുള്ളത്. അതിനോടൊപ്പം മറ്റൊരു കഥ കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ ഞാൻ പറയാൻ പ്രധാന കാരണം എന്താണ്, കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും എവിടെ നിന്നാ വരണേ, ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വരുന്നു. ഈ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ വരുന്ന ഭാര്യയും ഭർത്താവും, ആൾക്ക് BP കുറവായതിന്റെ പേരിൽ ഭാര്യയുടെ മടിയിൽ ഭർത്താവ് കിടന്നു. ആ വഴി പോയ ഒരു പെൺകുട്ടി അവരുടെ വീടിന്റെ മുന്നിലാണ് സംഭവം. പക്ഷെ വീടിന്റെ ടെറിട്ടറിയുടെ ഉള്ളിലല്ല, പുറത്ത് റോഡ് സൈഡിൽ നിർത്തിയിട്ട് കണ്ട് ഉള്ളിലേക്ക് നീക്കുകയും അതിന് വലിയൊരു സദാചാര പ്രശ്നം ആ പെൺകുട്ടി കണ്ടെത്തുകയും ചെയ്തു. ഇപ്പൊ ഞാൻ പറയാൻ എല്ലാവരും എന്നോട് പറയും, നീ എപ്പോഴും സ്ത്രീകളുടെ കൂടെയാണ്, സ്ത്രീകളുടെ കൂടെ മാത്രമേ നിൽക്കാറുള്ളൂ. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ സ്ത്രീകളുടെ കൂടെ അല്ല. ഇത്തരം വൈകൃതം പിടിച്ച മനസ്സിനുടമകളായിട്ട് സ്ത്രീകളും മാറുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് വഴിയിൽ പട്ടിയും വേറെ പട്ടിയും അതിന് പൂച്ചയും ബന്ധപ്പെടുമ്പോ എന്നെ ചെയ്തില്ലല്ലോ എന്ന് വിഷമിക്കുന്ന കൂട്ടത്തിലേക്ക് സ്ത്രീകൾ മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന. ഇത്തരം അലവലാദികളോട്, സദാചാരവാദികളോട് യാതൊരു തരത്തിനും സന്ധി ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്റെ കാര്യം ചോദിക്കണമെങ്കിൽ ഞാൻ ഈ പണിക്ക് പോകാറില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. ഇനി ആരെങ്കിലും പോയി എനിക്ക് അവരുടെ ഒരു വിരോധവും ഇല്ല. ഇത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പോ എല്ലാവർക്കും നമസ്കാരം. Okay.